ഹായ് ഫ്രണ്ട്സ്, മൊത്തത്തിൽ എല്ലാവരും മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടത്തണം. അതുപോലെ ശ്രീരേഖ IPS പറയുന്നത്, അതുപോലെ രണ്ടാം പ്രതിയായി മാർട്ടിന് അനുകൂലം വേണോ, അതിനെക്കുറിച്ചും ലാലും ദിലീപും സ്നേഹത്തിലായോ, അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കണം. അതുപോലെ തന്നെ ലാൽ മീഡിയ എന്തുകൊണ്ട് മൊഴിയെടുത്തപ്പോൾ എന്തുകൊണ്ട് ലാൽ മീഡിയ പരിശോധിച്ചില്ല, അതിനെക്കുറിച്ചും പറയണം. നുണ പരിശോധനയ്ക്ക് അതിജീവിതയെ വിധേയമാക്കണം എന്ന് പറയാൻ കാരണമെന്ത്, അതുപോലെ അനിയന്റെ ഫോണിൽ കുറെ ട്രാൻസ്മിറ്റുകൾ കണ്ടു എന്ന് പറയുന്നു, അതെന്തുകൊണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താം. അപ്പൊ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് ഈ മൊഴിമാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും മൊത്തത്തിൽ മൊഴിമാറി അല്ലെ, എല്ലാ സാക്ഷികളും ഒരുമിച്ച് കൂറുമാറി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മൊഴിമാറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അവരടുത്ത് ഈ പോലീസ് അവരുടേതായ രീതിയിൽ കുറെ എഴുതി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന മൊഴി പ്ലസ് പോലീസിന്റെ മൊഴിയും കൂടി എഴുതി ചേർക്കും. പക്ഷെ കോടതിയിലെത്തി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, അയ്യോ ഇത് ഞങ്ങൾ അറിഞ്ഞതേ അല്ല എന്ന് പറയുമ്പോഴാണ് നോ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ മൊഴിമാറ്റം എന്ന് പറയുന്നത്. പോലീസ് എഴുതി വെച്ചതും ഇവര് പറയുന്നതും വേറെ വേറെയാണ്. പോലീസ് ഇതിന് കുറേ കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ. ശ്രീലേഖ പറയുന്നുണ്ട് ഫോട്ടോഷോപ്പ്, IPS ശ്രീലേഖ പറയുന്നുണ്ട് ഫോട്ടോഷോപ്പ് നടത്തിയിട്ടുണ്ട്, ദിലീപിനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശ്രീലേഖ IPS ആണ് ഇതൊക്കെ പറയുന്നത്, പോലീസ് തന്നെ കെട്ടിച്ചമച്ച കഥകളാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ വോയിസുകളൊക്കെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഇതിന്റെ കാര്യത്തിലും ഞാൻ ചെന്നത് കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിശദീകരിച്ചു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് വിശദീകരിച്ചു. പക്ഷെ അവർക്കൊക്കെ അത് അറിയാമെന്നുള്ളതാണ് അവർക്കൊക്കെ ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് അറിയാം. പക്ഷെ ദേ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. അത് നടക്കട്ടെ, കേസല്ലേ, നടക്കട്ടെ, അതൊക്കെ ആയിരിക്കും. പക്ഷെ നടക്കട്ടെ എന്നുള്ള മട്ടി പറയുമ്പോൾ അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇവർക്കതെല്ലാം അറിയാം. അതുകൊണ്ടാണ് എനിക്കത് നടപടി എടുക്കാത്തത്. വീഡിയോ എടുത്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നതും അതുകൊണ്ടാണ്. ഇത് സാധാരണ ജനങ്ങളെല്ലാം പറയുന്നത് കേട്ടോ. ശ്രീലേഖ IPS ആണ് ഈ പറയുന്നത്. മുഖ്യമന്ത്രി എല്ലാവരെയും ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ജോലി ചെയ്ത വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഫോഴ്സ്ഫുൾ ആയിട്ട് പോലീസ് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാള് ഞാൻ മാത്രമല്ല ഇതിന്റെ കുറ്റവാളി, ഇതൊരു കൊട്ടേഷൻ ആണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് എന്ന് ആ നിമിഷം ആ ദിവസം പറയും. അത് ശരിയാണ്, ശ്രീലേഖ IPS പറഞ്ഞത് ശരിയാണ്. കാരണം ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരാളെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ചെയ്തതല്ല, ഇത് അവൻ ചെയ്തതാണ്, അല്ലെങ്കിൽ കൊട്ടേഷൻ തന്നാണ് എന്നൊക്കെ വെറുതെ ഓരോന്ന് വിളിച്ച് പറയും. പിന്നീടാണ് എല്ലാം തെളിയുക അല്ലെ. അങ്ങനെ തന്നെയാണ് ഈ സുനിയും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നതായിട്ടും കണ്ടതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ഇവരുടെ കൈ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരത് സമ്മതിച്ചില്ല. മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്നല്ല വിളിച്ചിരിക്കുന്നത്. ആ നമ്പർ അവൻ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വിളിച്ചു എന്നൊക്കെയുള്ള അന്വേഷണം വന്നപ്പോൾ ഞങ്ങൾ അവന്റെ സഹതടവുകാരെയും ഒരുപാട് ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്നും അവർ പറഞ്ഞില്ല. അവരൊരിക്കലും പറയില്ലല്ലോ. ഈ പൾസർ സുനിയോട് ഞാനും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വായെടുത്ത കള്ളമല്ലാതെ വേറെ ഒന്നും പറയാത്ത ഒരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം പറയും. ജയിലിൽ ഫോൺ കിട്ടണമെങ്കിൽ പോലീസ് സഹായിക്കണം, അല്ലാതെ ഒരാൾക്ക് ഫോൺ കിട്ടില്ല. അവര് മൂലത്തിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നു. അതൊക്കെ വെറും നുണയാണ്. ഇതൊന്നും അവിടെ ഒന്നൊക്കെ വെക്കാൻ പറ്റുകയൊന്നുമില്ല, ഈ ഫോണൊന്നും കയറുകയില്ല. അങ്ങനെയാണ് ഈ ഫോൺ കൊണ്ടുപോയത് അവർ വെറുതെ മുട്ടിന്യായം പറയുന്നതാണ്. ശരിക്കും പോലീസ് സഹായിക്കാതെ അവർക്കൊരു ഫോൺ കിട്ടുകയില്ല, നമ്പർ പിടിച്ചെടുത്തിട്ടില്ല. പിന്നെ IPS പറയുന്നുണ്ട് ഇല്ല, ഇവിടെ സഹ തടവുകാരിയൊക്കെ കുറെ ചോദിച്ചു, അവരൊന്നും ആൻസർ പറയുന്നില്ല. ആര് ചോദിക്കേണ്ട രീതിയിൽ അവരടുത്തൊന്നും ചോദിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇതിൽ പോലീസിന് കുറച്ച് ഇൻവോൾവ് ആയത് കൊണ്ടായിരിക്കാം. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു. അവനെയും അവന്റെ കൂട്ടുകാരെയും കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു പോലീസുകാരൻ ജയിലിന്റെ ഗേറ്റ് കടന്നും അകത്തേക്ക് വന്നു. അത് ജയിൽ ഓഫീസേഴ്സ് അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ജയിൽ ഓഫീസേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പോലീസുകാരൻ ഈ തടവുകാരെയും കൊണ്ട് അകത്ത് വരികയും അവർ തമ്മിൽ പൾസർ സുനിയുമായിട്ട് അയാൾ ചെവിയിൽ എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും എന്തോ കൈമാറുന്നത് പോലെ നടന്നു എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കിട്ടിയായിരുന്നു. ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ട് കേട്ടല്ലോ, IPS പറയുന്നതാണ്, ഒരു പോലീസുകാരൻ അവന്റെ ചെവിയിൽ ചെന്ന് എന്തോ പറയുന്നത് പോലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക, അയാളെ ഉള്ളിലേക്ക് കടത്തിനേക്കാളും മുന്നേ അയാളെ നിൽക്ക് അവൻ്റെ അടുത്തൊരു കാര്യം പറയാണ്ടതായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് പറയുന്നതെന്നില്ലല്ലോ വീഡിയോയിൽ. പക്ഷെ അവന്റെ ചെവിയില് പോലീസുകാർ പറയുന്നുണ്ട്. അപ്പൊ എന്താണത്, അപ്പൊ പോലീസുകാരും കൂടിയിട്ട് ചേർന്നുള്ള കളിയാണ്. പക്ഷെ ഇത് പോലീസുകാർക്ക് ശരിക്കും ദിലീപിനെ പെടുത്തണമെന്ന് വിചാരിച്ചിട്ടല്ല. പോലീസുകാർക്ക് എന്താണ്, ഒരു ഗൂഢാലോചന ആരൊക്കെയോ പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് കൈമാറിയിട്ടുണ്ട്. അല്ലാതെ ദിലീപുമായിട്ട് അവർക്ക് വൈരാഗ്യമൊന്നുമില്ലല്ലോ, പൂർവ്വ വൈരാഗ്യമൊന്നുമില്ല. അപ്പൊ ദിലീപിനെ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അവർക്ക് എന്തോ അതിൽ ഒരു ലാഭം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ സഹായിക്കുന്നത്. കൊണ്ട് ഈ ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് വിപിൻലാലി പുറത്തു വന്ന് പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല. ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, ദിലീപ് വേറൊരാൾ നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ വന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പൊ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് ഏറ്റവും സീനിയർ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് അംഗീകരിച്ചു. അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതും എനിക്ക് ഞെട്ടലുണ്ടാക്കി.
ഈ കാര്യങ്ങളൊക്കെ നമ്മളിലും ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് പോലീസ് ഇതൊന്നും അന്വേഷിക്കുന്നില്ല? ഇങ്ങനെ ചെവിയിൽ ചെന്ന് പറഞ്ഞ കാര്യം എന്ത്? ഈ വീഡിയോയിലൊക്കെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇത് നമ്മളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഒരു കേസ് ഫയൽ ചെയ്ത് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ തന്നെ എന്നെയും വെറുതെ വിടണം. കാരണം എനിക്കെതിരെയും തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറുതെ വിടട്ടെ. പോലീസ് ഒന്നും തെളിയിക്കുന്നില്ലല്ലോ. പോലീസ് ദിലീപിനെ മാത്രം അകത്തിട്ടാ മതിയല്ലോ. വെറുതെ വരട്ടെ. സുനിയെയും വെറുതെ വിട്ടോളൂ. സുനിയെയൊക്കെ സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണല്ലോ. മകനെ പോലെ കൊണ്ട് നടക്കുന്നവരും അതുപോലെ പോലീസിന്റെ ഉറ്റ ചങ്ങാതിയെ കൊണ്ട് നടക്കുന്നവരൊക്കെയാണല്ലോ. എല്ലാവരും വെറുതെ വിടട്ടെ. മാർട്ടിനെ വെറുതെ വിടട്ടെ. ഒന്നും തെളിയിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 8 വർഷമായിട്ടും അവർ ദിലീപിന്റെ പുറകെ മാത്രമാണ്. ദിലീപ് എവിടെ പോയി? ഫോട്ടോഷോപ്പായിട്ട് കുറെ ഫോട്ടോസ് സംഘടിപ്പിക്കുക. ദിലീപ് അങ്ങോട്ട് പോയോ? ദിലീപിന്റെ ഫോണിൽ എന്തൊക്കെയുണ്ട്? ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. പലതും സംഘടിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ബാലചന്ദ്രൻ കുമാറിനെ അതിനും ഇറക്കി. അതൊക്കെ വെറും പാഴ്വസ്തുക്കളായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ലാലും ദിലീപും നമ്മുടെ ശ്രീനിവാസൻ മരിച്ചിട്ട് അവിടെ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ലാലും ദിലീപും കണ്ടുമുട്ടിയപ്പോൾ അവർ രണ്ടുപേരും കൈ കൊടുത്തു. ഒരു പ്രശ്നം അവർ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ഇടയിലും ഒരു ചർച്ചാ വിഷയമായി. എല്ലാവരും പറഞ്ഞു, ഓ ഇവർ തമ്മിലൊരു പ്രശ്നമില്ലേ, ഈ കേസുകളൊക്കെ നടന്നപ്പോൾ ലാലല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്. ലാല് കേസ് കൊടുത്തു, സത്യം തന്നെ. അത് ദിലീപാണെന്ന് വിചാരിച്ചിട്ടില്ല. ലാല് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി നടന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലാലും ദിലീപും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം ലാൽ മീഡിയയിലെ ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ ഓണറും കൂടിയിട്ടാണ് നമ്മുടെ ദിലീപ്. അതിന്റെ പാർട്ട്ണറാണ്. ലാൽ മീഡിയയുടെ അല്ല, ലാൽ മീഡിയ ലാലിന്റെ തന്നെയാണ്. പക്ഷെ ലാൽ മീഡിയയിലെ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ പാർട്ട്ണറാണ് സുരേഷ് ഗോപിയും അതുപോലെ ദിലീപും. അതുകൊണ്ട് അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാല് ഇൻസ്റ്റാഗ്രാമില് ദിലീപിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നടിയെ ഫോളോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് ബിസിനസ് പാർട്ട്ണർഷിപ്പ് അല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. അല്ലാതെ നടിയുമായിട്ട് യാതൊരു ദേഷ്യം കൊണ്ടോ ബന്ധമില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. ഇനി അതുപോലെ തന്നെ ലാൽ മീഡിയയിൽ വെച്ചിട്ടാണ് ഈ സൗണ്ട് എൻഹാൻസ് ചെയ്ത് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ സൗണ്ട് ഈ വീഡിയോയുടെ സൗണ്ട് നടിയെ ആക്രമിക്കുന്ന വീഡിയോയുടെ സൗണ്ട് ഒട്ടുമില്ലായിരുന്നു. അപ്പൊ ഇതിനെ എൻഹാൻസ്മെന്റ് നടത്തിയത് ലാൽ മീഡിയയുടെ ഡിജിറ്റൽ സൗണ്ട് വിഭാഗത്തിൽ പോയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഓണർ നമ്മുടെ ദിലീപും സുരേഷ് ഗോപിയാണ് അല്ലെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ബാലചന്ദ്രകുമാറാണ് ഈ മൊഴി കൊടുത്തത്? എന്തുകൊണ്ട് ലാൽ മീഡിയയിൽ പരിശോധന നടത്താൻ വേണ്ടി പോയില്ല? പോലീസ് ആ വഴിക്കും അന്വേഷിച്ചില്ല. അപ്പൊ ഇതൊക്കെ ഇവര് വെറുതെ ഓരോ മുട്ടുന്യായങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ലാലിന്റെ ഒരു വോയിസ് നമുക്ക് കേൾക്കാട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ വണ്ടി അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം ഇവിടുന്ന് 3-4 പ്രാവശ്യം ഫോൺ ചെയ്തിരിക്കുന്നു. എന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, എവിടെ എത്തി, സേഫ് ആണോ എന്ന് അന്വേഷിച്ചിരിക്കുന്നു. അത് അങ്കമാലിക്കൊക്കെ വളരെ മുമ്പാണ്. പിന്നെ എന്റെ ഒരു കോപ്പറേറ്ററുണ്ട്, ഇതിനകത്ത് ക്യാഷായിട്ട് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം 3 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു, ഡ്രൈവറേയോ അല്ല. ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോകുന്നത് ഈ രമ്യ നമ്പീസിന്റെ വീട്ടിലേക്ക് ആയതുകൊണ്ട് അവർക്ക് അവിടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടൊക്കെ വരുള്ളൂ, വണ്ടി വിടുള്ളായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ വണ്ടി താമസിച്ചപ്പോഴും നമ്മൾ പിന്നീട് അന്വേഷിക്കാതിരുന്നത്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. ലാൽ മീഡിയക്കാരുടെ അടുത്തുനിന്ന് വണ്ടി വിട്ടു, ലാലിന്റെ വണ്ടി വിട്ടു. എന്തിനാണ് വിളിച്ചന്വേഷിക്കുന്നത്? ആ കുട്ടിയുടെ വീട്ടുകാരല്ലേ വിളിച്ചന്വേഷിക്കേണ്ടത്, എവിടെ എത്തി എന്തെത്തിന്ന്. അങ്ങനെ കുറെ വട്ടം വിളിച്ചന്വേഷിക്കാൻ മാത്രം ഈ ബലാത്സംഗം നടക്കുമെന്ന് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 3-4 വട്ടം അന്വേഷിച്ചു. പിന്നെ നമ്മള് രമ്യയുടെ വീട്ടിലെത്തി അവർ സംസാരിക്കാവും എന്ന് കരുതി പിന്നെ ഈ വണ്ടി കാണാഞ്ഞപ്പോ പിന്നെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അടി കൂടെ നടക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം സലീം കുമാർ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സലീം കുമാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സലീമെ, അത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല. അവളത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. കാരണം അവൾ അന്ന് എത്ര കണ്ട് തകർന്നു പോയിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്, ഞാൻ കണ്ട ആളാണ്. ഇവിടെ ലാല് പറയുന്നത് എന്താ വെച്ചാൽ, സലീം കുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മുടെ ഈ അതിജീവിതയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനിപ്പോ തെറ്റൊന്നുമില്ല. നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക തന്നെ വേണം, രണ്ടുപേരെയും വിധേയമാക്കണം. ദിലീപ് പറയുന്നത് എന്നെ പരിശോധിക്കൂ, നുണപരിശോധനയ്ക്ക് വിധേയമാക്കൂ എന്ന്. ഒരു തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലില്ലല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പൊ അതിജീവിതയെ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് സലീം കുമാർ പറയുന്നുണ്ട്. അപ്പൊ തെറ്റുള്ള കാര്യമില്ല. പക്ഷെ ലാല് വിളിച്ചു പറഞ്ഞു അവൾ അനുഭവിച്ച കാര്യങ്ങൾ എനിക്കേ അറിയത്തുള്ളൂ, ഞാനാണ് കണ്ടത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത്? അപ്പൊ ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്നു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരെയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം. അതിജീവിതയെ ആണെങ്കിലും ദിലീപിനെ ആണെങ്കിലും അതുപോലെ തന്നെ ലാലിനെ ആണെങ്കിലും എല്ലാവരെയും. പൾസർ സുനിയെ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അവൻ പറയേണ്ടതൊന്നും ശരിയല്ല. IPS ആയിട്ടുള്ള നമ്മുടെ ശ്രീലേഖ മേഡം തന്നെ പറഞ്ഞില്ലേ, അവൻ എടുത്ത നുണയെ പറയത്തുള്ളൂ, അത്രയും ഇല്ലാത്ത വൃത്തികെട്ടവനാണ് അവനെന്ന് പറയുന്നുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് അനിയന്റെ ഫോണില് ഈ ആക്രമണത്തിന്റെ വിഷ്വൽസ് ഉണ്ട് എന്ന് പറയുന്നു. ഈ നടിയുടെ ആക്രമണത്തിന്റെ വിഷ്വൽസ് ഉണ്ട് എന്ന് പറയുന്നു.
അതുകൊണ്ട് തന്നെ നമ്മുടെ ദിലീപിന് ഈ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാൻസ്മിറ്റ് ഉള്ളത് എന്നൊക്കെ എല്ലാവരും വാദിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണിക്കണം, എന്നുവെച്ചാൽ വാദിക്കും പ്രതിക്കും ഒരുപോലെ കാണിക്കണം ഈ ദൃശ്യങ്ങൾ, എന്നാൽ മാത്രമേ നമ്മുടെ വാദിക്കുന്ന പ്രതിയുടെ വക്കീലിനും എന്തെങ്കിലും വാദിക്കാനൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ ദൃശ്യങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ ചോദിച്ചിരുന്നു, ഒരു അനുമതി ചോദിച്ചിരുന്നു. അപ്പൊ കോടതി അനുവദിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണൊന്നും പാടില്ല, ദൃശ്യങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ കാണിക്കും, അത് കോടതിയിൽ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ്, നമ്മൾ വേറെ ഒന്നും സജ്ജീകരണങ്ങളൊന്നും നമ്മുടെ കയ്യിൽ പാടില്ല, എഴുതിയെടുക്കാൻ വേണ്ടി മാത്രം പറ്റും എന്നുള്ള ലെവലിൽ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ദിലീപിനും ദിലീപിന്റെ ഈ വക്കീലിനൊക്കെ അനുവദിച്ചു. ഈ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. കർശനമായിട്ട് നടപടി എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. അങ്ങനെ 1 മണിക്കൂർ നേരമാണ് ഇവർക്ക് കൊടുത്തത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ രാമൻപിള്ള എല്ലാവരും കൂടി ഇതൊക്കെ എഴുതിയെടുക്കാൻ വളരെ അവ്യക്തതയായിട്ടായിരുന്നു ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. അതൊക്കെ എഴുതിയെടുക്കലും അതുപോലെ ട്രാൻസ്മിറ്റ് തയ്യാറാക്കലും ഒക്കെ ഉണ്ടായിരുന്നു. വിത്തിൻ 1 അവറിലാണ് ഇതൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പം ദിലീപിന്റെ അനിയന്റെ ഫോണിൽ ഇവർ എന്ത് ചെയ്തു, ഈ ട്രാൻസ്മിറ്റ് തയ്യാറാക്കിയത് മുഴുവൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റ് ആയിരുന്നു, 3 മണിക്കൂർ എഴുതി ചേർത്ത ട്രാൻസ്മിറ്റ് ആയിരുന്നു. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് 1 മണിക്കൂർ മാത്രമേ വീഡിയോ കണ്ടിട്ടുള്ളൂ, അപ്പൊ തന്നെ ഇവര് തർജ്ജമ ചെയ്ത് വേഗം വേഗം എഴുതിയെടുത്തു, അവ്യക്തതയുള്ള ഭാഗത്ത് ഒന്നുകൂടി ഇട്ട് കണ്ടു വീണ്ടും വീണ്ടും എഴുതിയെടുത്തു. അങ്ങനെ അപ്പൊ ഈ പോലീസ് പറയുന്നത് 1 മണിക്കൂറിൽ എഴുതിയെടുത്ത ട്രാൻസ്മിറ്റ് ആയിരുന്നില്ല ഫോണിൽ കണ്ടത് എന്നാണ്. 1 മണിക്കൂർ എടുത്ത് ഇവർ കണ്ട സാധനം ഇവര് ഡീറ്റെയിൽഡ് ആയിട്ട് 3 മണിക്കൂർ എടുത്ത് ട്രാൻസ്മിറ്റ് തയ്യാറാക്കിയിരുന്നു. അത് ദിലീപിന്റെ അനിയൻ ഫോണിൽ ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ. അത് 3 മണിക്കൂർ ഇവരിത് ട്രാൻസ്മിറ്റ് ചെയ്തതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ട്രാൻസ്മിറ്റ് ആണ് ഫോട്ടോ എടുത്തത്. അപ്പോ പോലീസിന്റെ ഭാഷ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന്റെ അനിയന്റെ ഫോണിൽ ഇത് കണ്ടു, അത് 1 അവർ ഇവർ കണ്ട വീഡിയോയുടെ ട്രാൻസ്മിറ്റ് ആയിരുന്നില്ല, 3 അവേഴ്സിന്റെയാണ്, ഇത്രയും അധികം നേരം ഇവർക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പൊ പ്രതിഭാഗം പറയുന്നത് എന്താണ്, ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് എഴുതി തയ്യാറാക്കിയ സംഭവമാണ് ഇവർ ഫോണിൽ എടുത്തത്, അതാണ് ഇവർ പിടിച്ചെടുത്തു, ദിലീപിന്റെ കയ്യിലുള്ള വിഷ്വൽസ് പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത്. അതും കോടതിയിൽ പൊളിയാണ് ഉണ്ടായത് കേട്ടോ. ഇങ്ങനെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞ് തർപ്പണമായി കേട്ടോ. ഓക്കെ, താങ്ക് യു.